സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് കേന്ദ്രം ഭരിച്ചിരുന്ന BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ചില കിംവദന്തികളാണ് കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എപ്പോഴും ഉയർന്നു കേട്ടിരുന്നത്. ആ ഉയർന്നു കേട്ടിരുന്ന കിംവദന്തികൾക്ക് ആക്കം പകരുന്ന തരത്തിലുള്ള പല സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് ഭാരതത്തിന്റെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടത് ഏതാണ്ട് 37-ലധികം തവണയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പോലും ആ കേസ് വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ CMRL എന്ന കമ്പനി തടയുകയുണ്ടായി, തടസ്സ ഹർജി കൊടുക്കുകയുണ്ടായി. അത് 25 തവണയാണ് മാറ്റിവെക്കപ്പെട്ടത്. മാസപ്പടി കേസ് ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി 25 തവണ മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു ലാവ്ലിൻ കേസ് പോലെ തന്നെ മാസപ്പടി കേസും അവിടെ നീണ്ടുപോയി. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതിയിലും ഈ സമാനമായ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം മാസപ്പടി കേസിൽ നടക്കുകയുണ്ടായി. 2 വർഷത്തെ തുടർച്ചയായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് CMRL എന്ന കമ്പനി EDയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നതും 2 വർഷത്തെ വാദം കേട്ടതിന് ശേഷം EDക്ക് ആ കേസിൽ അന്വേഷിക്കാം, തടസ്സ ഹർജികളെല്ലാം തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി. ഈ ഉത്തരവ് വന്നതിൻ്റെ മണിക്കൂറുകൾക്കകം തന്നെയാണ് CPM-ൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അപ്രമാദിത്വം ശക്തിയായി വാഴ്ത്തപ്പെടുന്ന പിണറായി വിജയന്റെ വീട്ടിൽ വെളുപ്പിന് 5 മണിക്ക് കേന്ദ്ര സായുധ സേനയുടെ സഹായത്തോടുകൂടി ED ഇരച്ചു കയറുന്നതും 8.5 മണിക്കൂർ നീളുന്ന റെയ്ഡ് നടത്തുന്നതും. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വിയർത്ത് വിളറി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഇവിടെയുള്ള CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് എപ്പോഴും പറയുന്ന ആളുകൾ ED റെയ്ഡിന് വേണ്ടി എത്തിയ ED ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുന്നതും അവർ സഞ്ചരിച്ച വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുന്നതുമായ കാഴ്ചകൾ നാം കണ്ടു. നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ ഭാഷയിൽ അങ്ങനെ ED ഉദ്യോഗസ്ഥരെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ട് അവരുടെ വാഹനം തകർത്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് കേരളത്തിന് കിട്ടിയ പുതിയ ഒരു ദിശാബോധം. ഇവിടെ ഞാൻ സാറിനോട് ചോദിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 25 തവണ മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ, കഴിഞ്ഞ 25 തവണ മാറ്റിവെക്കപ്പെട്ട മാസപ്പടി കേസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡിന് വേണ്ടി എത്തിയത്? ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, പിണറായി വിജയൻ എന്ന CPM നേതാവിനെ BJP കൈവിട്ടോ? ഇനി BJPക്ക് കേരളത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ തളർത്തിയാലേ പറ്റൂ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതല്ല, CPM വിമുക്ത കേരളം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടുകയുണ്ടായി. നേരത്തെ തന്നെ പിണറായി വിജയനോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം BJPയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ EDയുടെ ഈ നടപടിക്രമങ്ങൾ ഇത്ര ദ്രുതഗതിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ സംശയം. പൊതുജനത്തിൻ്റെയും സംശയം ഇത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാറിൻ്റെ അഭിപ്രായം എന്താണ്? പ്രദീപ് വിലയിരുത്തിയ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ED റെയ്ഡും തുടർന്നുള്ള സംഭവവികാസങ്ങളും കോടതി നടപടികളും മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് കൃത്യമായി നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ ഇവിടെ ചില യാദൃച്ഛികതകളുണ്ട്. ആരും പ്ലാൻ ചെയ്തതാണോ അതോ സ്വാഭാവികമായി ഉണ്ടായതാണോ? യാദൃച്ഛികത എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈക്കോടതി അന്വേഷണത്തിന് കൊടുത്തിരുന്ന സ്റ്റേ കേരള ഹൈക്കോടതി പിൻവലിക്കുന്നു.
അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെ 12 സ്ഥലത്ത് പിണറായി വിജയൻ്റെയോ വീണ വിജയൻ്റെയോ മണമെങ്കിലും അടിച്ചിട്ടുള്ള ഒരു കർച്ചീഫെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ വരെ റെയ്ഡ് നടത്തുകയാണ്. കർച്ചീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തപ്പം ലുങ്കിയാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്, ഒരു അലമാരിയിൽ നിന്ന്. അതെ, സാറ് പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ വീണ വിജയനുമായി ഏതെങ്കിലും തരത്തിൽ പുലബന്ധം പോലുമുള്ള ഇടങ്ങളിലാണ് ED 100-ലധികം ഉദ്യോഗസ്ഥരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് റെയ്ഡ് നടത്തിയത് എന്ന് പറയുമ്പോൾ വീണ വിജയൻ്റെ ഭർത്താവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ കോട്ടൂളിയിലുള്ള വസതിയിൽ റെയ്ഡ് നടക്കുന്നു. മുഹമ്മദ് റിയാസിൻ്റെ അച്ഛൻ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയൻ്റെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. CMRL ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നു. അത് വളരെ ആസൂത്രിതമായ രീതിയിൽ കോടതി വിധി വന്നതിൻ്റെ മണിക്കൂറുകൾക്കകം തന്നെ 100-ലധികം ഉദ്യോഗസ്ഥന്മാരെ ഒരേ സമയത്ത് പലയിടങ്ങളിലായി വിന്യസിച്ചുകൊണ്ട് കേന്ദ്ര പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം ഒരു റെയ്ഡ് നടത്തണം എന്നുണ്ടെങ്കിൽ കോടതി വിധി വന്ന അതേ നിമിഷം തന്നെ ED അത് ഫലത്തിൽ ആ റെയ്ഡ് നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തീരുമാനിച്ചു, ഉറപ്പിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ED ചെയ്തിട്ടുണ്ട്. ED അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന് വേണമെങ്കിൽ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ പിടിച്ചു കയറാനുള്ള ഒരു ചരട് പൊട്ടിച്ചു കളയാൻ പറ്റുന്നതാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ റെയ്ഡ് നടക്കുന്ന എപ്പോഴാണ്? VD സതീശൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് റെയ്ഡ് നടക്കുന്നത്. അതുവരെ അനങ്ങാതിരുന്ന ED അല്ല, VD സതീശൻ മുഖ്യമന്ത്രിയെ ചാർജ് എടുത്തു, പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ടു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് സതീശൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിനാണ് ഈ റെയ്ഡ്, അല്ലെങ്കിൽ റെയ്ഡിൻ്റെ ആവശ്യമില്ല. വീണ്ടും പിണറായി വിജയൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, ഞാനവിടെ നോക്കിയിരുന്നേ ഉള്ളൂ, എന്തൊക്കെ അവളോട് ചോദിച്ചു, മോളോട് ചോദിച്ചോ എന്ന് എനിക്കറിയത്തില്ല, അത് എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു നല്ല പിള്ളയായി ലോകത്തിൻ്റെ മുമ്പിൽ സഖാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അവരെ ആവേശം കൊള്ളിച്ച് ഇവളെ രക്ഷിക്കാനായിട്ടും വീണ വിജയനെ രക്ഷിക്കാനുള്ള ആയുധമാക്കാനും പിണറായി വിജയന് സാധിച്ചു. അപ്പോൾ രണ്ടും പറയാവർക്ക് പിണറായി വിജയനെതിരായിട്ടൊരു നടപടിയില്ല. മാത്രമല്ല, ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും അല്ലെ അറിഞ്ഞിട്ട് പോലും 2-3 സ്ഥലങ്ങളിലെങ്കിലും ബലമായിട്ടാണെന്നാണ് ED പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ED കത്തെഴുതി കൊടുത്തിട്ടുണ്ട്, ഈ സെർച്ചിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സെർച്ചിലൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ 3 സ്ഥലത്തെ കേസുകളിലെങ്കിലും പിണറായി വിജയനും കുടുംബവും നിരപരാധികളാണ്. നാളെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എടുത്തുകൊണ്ട് വരും. പിന്നെ രണ്ടാമത്തെ ഇവരെടുക്കുന്നത് EDയുടെ ഈ നിലപാടുകൾ 31 പ്രാവശ്യം നീട്ടിവെച്ചു എന്ന് പറയുന്നു. അതിനു മുമ്പുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. റെക്കോർഡ് എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ പിണറായി വിജയൻ്റെയാണ്. ഈ എക്സാലോജിക്കിനൊക്കെ ലാവലിംഗ് കമ്പനിയുടെയാണ്. അത് 60 ആയിട്ടുണ്ട്. ഈ 60 പ്രാവശ്യത്തെ അവസാനത്തെ ദിവസങ്ങളിലെല്ലാം മേലാൽ ഇനി ഇത് അവധി തരിക ലാസ്റ്റ് അവധിയാണ് എന്ന് പറഞ്ഞ് കോടതി അവധിക്ക് കൊടുത്ത കേസുകൾ അത് മറ്റാരുമായിരുന്നില്ല. ഇന്ത്യയിൽ നീതിപീഠങ്ങളിൽ അടുത്ത കാലത്തുണ്ടായതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചീഫ് ജസ്റ്റിസായിരുന്ന സാക്ഷാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെയാണ് ഈ ഓർഡർ ഇട്ടത്, ഇനി അവധി തരികയില്ലെന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർഡർ മറികടന്ന് വീണ്ടും അവധി കിട്ടി. പിണറായി വിജയൻ ഒന്നും പേടിക്കാതിരിക്കുകയാണ്. ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരം ഒരു കേസ് കാലങ്ങളോളം നീണ്ടു പോകുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിനെ അവർ പറയുന്ന നമ്മൾ പറയുക ഒരു ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഒരു വാദം വരാറുണ്ട് സാധാരണഗതിയിൽ. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ഇത്ര നീണ്ടുപോകുമ്പോൾ ആ കേസിൽ നീതിയുടെ പ്രശ്നം അവിടെ ഇല്ലാതാകുന്നതാണ് പറയുന്നത്. നീതി അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വൈകി കിട്ടുന്ന നീതിയല്ല എന്നുള്ളൊരു ഭാഷ്യം കൂടി വരുന്നുണ്ടല്ലോ. വൈകി കിട്ടുന്ന നീതിയല്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ അടുത്ത മറുപടി വരികയാണ്, ഹറീഡ് ജസ്റ്റിസ് ഇസ് ബെറീഡ് ജസ്റ്റിസ്. അതുപോലെ തിടുക്കപ്പെട്ട് പറയുന്ന വിധിയും ന്യായമായിരിക്കില്ല, അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ആപ്ലിക്കബിളായ ഒരു കേസാണ് ലാവലിൻ കേസ്. അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ സോൾ ബെനിഫിഷ്യറി, അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആ ആംഗിളിൽ നോക്കുമ്പോൾ ആ കേസ് മാറ്റി വെച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെ പിണറായി വിജയൻ തന്നെ പോകണമായിരുന്നു കോടതിയിൽ, ഈ കേസ് പെട്ടെന്ന് കേൾക്കണം, എന്നെ എക്സോണറേറ്റ് ചെയ്യണം, ഞാൻ കുറ്റവാളി അല്ലെങ്കിൽ എക്സോണറേറ്റ് ചെയ്യണം എന്ന് പറയണം. സാർ, അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ
കേരളത്തിൻ്റെ പൊതുസമൂഹം സംശയിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നത്. കാരണം BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ഇത്തരം ചില കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇപ്പോൾ ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതികളെയോ ഒന്നും കോടതി അലക്ഷ്യമായി ഇതൊന്നും നമ്മൾ പറയുന്നതല്ല. അവിടെ അർഹിക്കുന്ന എല്ലാത്തരം ബഹുമാനത്തോടു കൂടി എല്ലാ കോടതികളെയും നമ്മൾ കാണുന്നു, എല്ലാ കോടതി നടപടികളെയും നമ്മൾ മാനിക്കുന്നു. എന്നാൽ ഇവിടെ സാധാരണക്കാർക്ക് ഈ ലാവ്ലിൻ കേസ് അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അവർക്ക് നിയമവ്യവഹാരങ്ങളെ കുറിച്ച് അറിയില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വരും. അതെ, അങ്ങനെ ഒരു സംശയം സാധാരണക്കാർക്ക് വരുമ്പോൾ അവരുടെ പരിമിതമായ നിയമ അവബോധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരങ്ങനെ സംശയിക്കപ്പെടുമ്പോൾ അവർ തെറ്റു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കേസുകൾ നീണ്ടുപോകുന്നതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയായിരുന്നു 25 തവണ ഡൽഹി ഹൈക്കോടതിയിൽ മാറ്റിവെക്കപ്പെട്ട CMRLന്റെ ഹർജി പ്രകാരം മാറ്റിവെക്കപ്പെട്ട ഈ കേസ് കേരള ഹൈക്കോടതിയിൽ 2 വർഷത്തിന് ശേഷമാണ് വാദം കേട്ടതിന് ശേഷം EDയുടെ വിലക്ക് നീക്കിയത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ജനം സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിലെ BJPക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു. കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി പിണറായി വിജയനെ ഇനിയും താങ്ങി നടന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ പ്രബലമായ 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രൈസ്തവ ഇസ്ലാമിക വോട്ടുകൾ ഒരു കാരണവശാലും BJPക്ക് നേടാൻ സാധിക്കില്ല. അത് കോൺഗ്രസിന്റെ N ബ്ലോക്ക് വോട്ടുകളായി മാറുന്നു. പകരം ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം 2026 തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിരിക്കുന്ന സീറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്. 2 സീറ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ ചാത്തന്നൂരിൽ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. ഇവിടെ എല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് CPMന്റെ സീറ്റാണ്. അങ്ങനെയെങ്കിൽ CPMനെ തകർത്താൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കൂ എന്നുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ BJP ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിൽ, പിണറായി വിജയനെ താങ്ങി നിർത്താതിരുന്നു എങ്കിൽ തീർച്ചയായും 5 5-ലധികമോ സീറ്റ് ഈ കുറി നിയമസഭയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതും അവരെ വളരെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ചില സംശയങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഈ ഒരു വിലക്ക് നീക്കിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു തണ്ടർ ആക്ഷൻ ഉണ്ടായത്. പിണറായി വിജയൻ എന്ന കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഇടതുപക്ഷ നേതാവിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ വീട് റൈഡ് ചെയ്തു മകൾക്കെതിരെയുള്ള കേസ് ED ത്വരിതപ്പെടുത്തിയത് എന്നുള്ളൊരു വാദം ഉയർന്നു കേൾക്കുന്നു. അതിൽ ഒരു കാരണവശാലും നമുക്ക് ജനം അങ്ങനെ അത്തരത്തിൽ സംശയിക്കുകയാണെങ്കിൽ, ഇത് കേന്ദ്രത്തിന്റെ ചില ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ടെന്ന് സാധാരണക്കാരന് സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയത്തെ നമുക്ക് കുറ്റപ്പറയാൻ സാധിക്കും. ഇവിടെ താങ്കൾ പറഞ്ഞത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് പഠിച്ചാൽ BJP ഇവിടെ ഉണ്ട് വരുന്നതിന് മുമ്പ് വരെ എടുത്തു കഴിഞ്ഞാൽ, അല്ല BJP ഒരു പ്രമുഖ ചെറിയ പാർട്ടിയെങ്കിലായിട്ട് വളരുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ വിമോചന സമരം രൂപപ്പെടുത്തിയ ഒരു നെറേറ്റീവുണ്ട്. വിമോചന സമരം എന്ന് പറഞ്ഞാൽ EMSന്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരമാണ്. ആ സമരം സ്പിയർ ഹെഡ് ചെയ്തത് കത്തോലിക്ക സഭയും മുസ്ലിം ലീഗും NSSുമാണ്. NSS വന്നൊക്കെ നേരത്തെ മുന്നിട്ട് വന്നു. EMSന് അനുകൂലമായിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി സോളിഡായിട്ട് ഉറച്ചു നിന്നത് തീർച്ചയായിട്ടും ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിലെ ഏറ്റവും മെജോറിറ്റി വരുന്ന കമ്മ്യൂണിറ്റി ഈഴവരാണ്. ആ ഈഴവ കമ്മ്യൂണിറ്റിയുടെ സോളിഡ് ബേസാണ് പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കായിട്ട് മാറിയത്. N ബ്ലോക്ക് വോട്ടുകളായി. കാരണം ഈഴവർക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ UDFിലേക്ക് നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്, പിന്നെ കുറച്ച് നായന്മാരുമാണ്. ഈ 3 വിഭാഗത്തോടും യോജിക്കാൻ ഈഴവർക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ പർപ്പസ്ഫുള്ളായിട്ട് തന്നെ നോക്കിക്കൂ, BJPയുടെ ലീഡർഷിപ്പിൽ സുരേന്ദ്രനെയും അല്ലെങ്കിൽ മുരളീധരനെയൊക്കെ കൊണ്ടുവരുന്നത് ആ ഈഴവർക്കുള്ള അസംതൃപ്തി മാറ്റി തങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ അവിടെ നേതാവായിട്ട് വരും എന്നൊരു ധാരണ, ആ മെസ്സേജ് പാസ് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ CPM ഉള്ളിടത്തോളം കാലം മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം അവർക്കില്ല. ഈഴവരുടെ പവർ പൊളിറ്റിക്സ്, അവരുടെ ബലം പ്രകടിപ്പിക്കാൻ CPM ഉണ്ടായിരുന്നു. നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും തെരുവിലാണെങ്കിലും വഴിയിലാണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും. അപ്പോൾ അത് മാറ്റി, അപ്പോൾ അത് നിലനിൽക്കുക. ആ CPMനെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വോട്ട് ബാങ്ക്, CPMന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് പൊളിയുകയും അവർ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ക്രിസ്ത്യൻ മുസ്ലിം കുറച്ച് നായന്മാരുള്ളതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പാർട്ടി, ഈഴവർക്ക് അവരുടെ മൈറ്റ് പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള പാർട്ടി എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് അവർ BJPയിലേക്ക് മാറും.
അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ നരേഷൻ. അല്ല, അവിടെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയും രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വളരണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇങ്ങനെ കേരളത്തിൽ കഴിയുന്നത്ര ആനുകൂല്യങ്ങൾ കൊടുത്ത് ബി ജെ പി സംരക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു ധാരണ പൊളിച്ചെഴുതിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് വളരാൻ പറ്റില്ല. ഇത്രയും നാൾ സംരക്ഷിച്ചു പിടിച്ചത്, ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പിണറായി വിജയനെ സംരക്ഷിച്ചു പിടിച്ചത് ബി ജെ പി ആണ് എന്നുള്ളൊരു ധാരണ കൂടിയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒന്നുണ്ട്. അതായത് ഈ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കുടുംബത്തിനെതിരെ ചുരുങ്ങിയത് 1/2 ഡസൻ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഖുറാൻ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ ഈന്തപ്പഴം വഴിയോ അതിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തി എന്ന് പറയുന്നു. അതുപോലെ മറ്റു ഗൗരവതരമായ മറ്റൊരു കാര്യമായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു വിദേശ ചാരിറ്റബിൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ ഡോളർ കള്ളക്കടത്ത്. ഇതുപോലെ ചുരുങ്ങിയത് 1/2 ഡസൻ കേസെങ്കിലും സ്വപ്ന സുരേഷ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നിലും യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണം പോയില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ വന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന്. എന്നിട്ടും അത്തരത്തിൽ പൊതുവേദിയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോ പിണറായി വിജയനെതിരെയോ പിണറായി വിജയന്റെ സർക്കാരിനെതിരെയോ യാതൊരു തരത്തിലും ഒരു നിയമ നടപടി കൈക്കൊള്ളുന്നത് നാം ആരും കണ്ടില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് കിട്ടുകയും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഭരണം പോകുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം വന്നതോടുകൂടി അവർ കൃത്യമായൊരു തീരുമാനമെടുത്തു. ഇനി പിണറായി വിജയൻ എന്ന നേതാവിനെയോ അല്ലെങ്കിൽ CPM-നെയോ വളർത്തിയതുകൊണ്ട് യാതൊരു തരത്തിലും രാഷ്ട്രീയപരമായൊരു പുരോഗതി, ഉന്നതി കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ അവർ ദ്രുതഗതിയിൽ തന്നെ ഒരു ചരടുവലി നടത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തക്കം പാർത്തിരുന്ന് തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിച്ചു എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു രൂഢാമൂലമായൊരു വിശ്വാസം. ആ വിശ്വാസത്തിന് ആക്കം പകരുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഏതാണ്ട് 12 ഇടങ്ങളിൽ ED റെയ്ഡ്. 8.5 മണിക്കൂറായിരുന്നു പിണറായി വിജയൻ്റെ വസതിയിൽ റെയ്ഡ് നടന്നത് എന്ന് പറയുമ്പോൾ നാളിതുവരെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു പിണറായി വിജയനും CPM-നും അത്തരത്തിലൊരു നടപടി. ആ നടപടിക്രമത്തിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സൂചന ഇനിയും യാതൊരു തരത്തിലും ബി ജെ പിയുടെ ഒരു സംരക്ഷണം പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ ബി ജെ പിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ബി ജെ പി കൊടുത്തൊരു സന്ദേശം തന്നെയാണ് എന്നത് കൂട്ടി വായിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ബി ജെ പി അവരുദ്ദേശിക്കുന്ന പോലെ ശക്തരാണെന്ന് ഞാൻ പറയില്ല. കേരളത്തിലായിട്ടില്ല, അത് സത്യമാണ്. ജയിക്കുന്ന സാധ്യതയുള്ള ബി ജെ പി, ജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പി എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അവർക്ക്. കാരണം അവരുടെ പ്രധാനപ്പെട്ട സ്വാധീന മേഖലകളിൽ കാസർഗോഡാണെങ്കിലും പാലക്കാടാണെങ്കിലും അവരുടെ പ്രകടനം പുറകോട്ടായിരുന്നു. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പോലും, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ എന്നാൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കുന്ന അവിടെ 2ാം സ്ഥാനത്ത് വന്നു. തിരുവല്ലയിലും അവിടെ 2ാം സ്ഥാനത്ത് വരുന്ന അതിൻ്റേതായ പശ്ചാത്തലമുണ്ട്. അവിടെ അതുപോലത്തെ ഒരു മത്സരം, അതുപോലത്തെ കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചില വിഭാഗങ്ങളിലേക്കെങ്കിലും കൂടെ ഇടപെടാൻ പറ്റുമ്പോൾ മാത്രമേ ഒരു വിന്നിങ് കോമ്പിനേഷനായിട്ട് ഇത് മാറുകയുള്ളൂ. അതുവരെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മുൻകാലങ്ങളിൽ ബി ജെ പിയെ നശിപ്പിച്ച, അവർക്ക് ഇനി ഉപയോഗിക്കാൻ ആയുധങ്ങൾ ഒത്തിരിയുണ്ട്. കേന്ദ്രഭരണം അവരുടെ കയ്യിലുണ്ട്. കോൺഗ്രസ് നേരെ മറിച്ച് പണ്ട് കാലത്ത് കോൺഗ്രസ് തല കുലുക്കിക്കൊണ്ടിരുന്നത്, അല്ലെ കൊമ്പ് കുലുക്കിക്കൊണ്ടിരുന്നത് കേന്ദ്രഭരണത്തിൻ്റെ ബലത്തിലാണ്. ഇന്ന് അതില്ല. ഇപ്പം മമത ഒരു വലിയ ഉദാഹരണമാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3 പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് ലെവൽ, നിയമസഭാ ലെവലിലും ഒക്കെ ജയിപ്പിക്കാൻ പറ്റുന്ന നേതാവ് ആരാണോ ആ നേതാവിൻ്റെ കൂടെ അണികൾ നിൽക്കും. മമതയ്ക്ക് അവിടെ ബംഗാളിൽ ഇനി ജയിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള തോന്നലുണ്ടായപ്പോൾ അണികളും MLA-മാരും ഒക്കെ വേറെ വഴിക്ക് പോകും. ഇത് തന്നെ ഇവിടെ ബി ജെ പിക്കും പറ്റും. അല്ല, ബി ജെ പിയുടെ രാഷ്ട്രീയ അശ്വമേധം ഇങ്ങനെ തുടർന്നു പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോരോ സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് ബി ജെ പിക്ക് എപ്പോഴും ഉള്ളത്. സാറ് പറഞ്ഞതുപോലെ ബംഗാളിൽ ഇപ്പോൾ
മമതയുടെയും അല്ലെങ്കിൽ CPM-ൻ്റെയൊക്കെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് 2026 തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന ഫലപ്രഖ്യാപനം കണ്ടപ്പോൾ നാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നത്. അപ്പോൾ മെല്ലെ മെല്ലെ ഈ BJP-യുടെ രാഷ്ട്രീയ അശ്വമേധം കേരളത്തിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ എന്ന നേതാവിനെയോ CPM-നെയോ ഇനി വളർത്തിക്കൊണ്ടുവന്നാൽ അത് BJP-ക്ക് ദോഷമാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 25 തവണ ഡൽഹി ഹൈക്കോടതിയിൽ മാറ്റിവെക്കപ്പെട്ട മാസപ്പടി കേസിൽ ത്വരിതമായ ഒരു തീരുമാനമുണ്ടായത്. അതിന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വന്നപ്പോൾ തീർച്ചയായും തക്കം പാർത്തിരുന്ന് BJP അടിച്ചു, പിണറായി വിജയനെ നിലംപരിശാക്കി. തീർച്ചയായും BJP-യുടെ ആ രാഷ്ട്രീയ അശ്വമേധത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി CMRL ഹർജി പരിഗണിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായിരിക്കും ആ കാര്യത്തിൽ സംഭവിക്കുക? ED-ക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ അന്വേഷണമായി, അതോ ഇന്നത്തെ ഹർജി പരിഗണിക്കുമ്പോൾ ED-യുടെ അന്വേഷണം വീണ്ടും തടസ്സപ്പെടുത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക.